ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വീട്ടിൽ പരിശോധന നടത്തുന്നതിനോടൊപ്പം വീട്ടിലുണ്ടായിരുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇപ്പോൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തട്ടിപ്പിന് മൗനാനുവാദം നൽകി എന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധം സംബന്ധിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളിലേക്ക്, ഒരു ദുരൂഹമായ ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ടോ? അത് ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ നടപടികളെ എങ്ങനെ കാണണം അശ്വിൻ പാലാഴി? രഞ്ജിത്ത്, വളരെ നിർണായകമായ ഒരു അറസ്റ്റായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായത്. അപ്രതീക്ഷിതമായ ഒരു അറസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ അറസ്റ്റിന് പിന്നാലെ മറ്റ് നടപടികളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അല്പസമയം മുമ്പ് SIT സംഘം ഈ തന്ത്രിയുടെ ചെങ്ങന്നൂരിലുള്ള വീട്ടിലെത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് എത്തിയ സംഘം വീടിനുള്ളിൽ പരിശോധന നടത്തുകയാണ്. ഒപ്പം വീട്ടിലുള്ള ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. തന്ത്രിയുടെ ഭാര്യ, മകൾ അടങ്ങുന്ന കുടുംബമാണ് നിലവിൽ ഈ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ചെങ്ങന്നൂരുള്ള വീട്ടിൽ താമസിക്കുന്നത്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഒപ്പം ഈ പോറ്റിയുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധമടക്കം ഈ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സ്ഥിരീകരിക്കാനാകുമോ എന്നുള്ള ഒരു പരിശോധന കൂടി ഉണ്ടാകും. SIT നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കുള്ള കൂടുതൽ ബന്ധങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടായിരുന്നു നടത്തിയിരുന്നത്. അതിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ് തന്ത്രി എന്നൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തുടർന്ന് കണ്ടെത്താനാകുമോ എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട പരിശോധന. ഒപ്പം ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങൾ അത് കൂടുതൽ സാധൂകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇന്നത്തെ ഈ പരിശോധനയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുന്ന പരിശോധനയിലുണ്ട്. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് നടപടികളിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്തുള്ള SIT ക്യാമ്പിലേക്ക് എത്തുന്നത്. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലായിരുന്നു നിർണായകം. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ വലിയ ഒരു സന്നാഹം തന്നെ ഈ വീടിന് പുറത്തുണ്ട്. SIT സംഘം അവിടെ അകമ്പടിയോടുകൂടിയാണ് വന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിൽ ഈ ശബരിമലയിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന ആളെന്നുള്ളതിൽ വീട്ടിലുള്ള വസ്തുക്കളിലടക്കം പരിശോധന ഉണ്ടാകും. ഏതെങ്കിലും നിർണായക രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനാകുമോ എന്നടക്കമായിരിക്കും പരിശോധന വ്യക്തമാക്കുക. ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ SIT റിമാൻഡ് റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും വളരെ നിർണായകമാണ്. അതിൽ ആദ്യമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കേസുമായുള്ള ബന്ധം തന്നെയാണ്. ഇതിൽ ഈ വിശ്വാസ ലംഘനത്തിന് മൗനാനുവാദം നൽകി കട്ടളപ്പടി അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് തന്നെയായിരുന്നു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ 13ാം പ്രതിയായി ഈ കണ്ഠരര് രാജീവരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അത് കൂടാതെ പൊതുസ്വത്തിൻ്റെ അപഹരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. അതിൽ പല കാര്യങ്ങളും SITക്ക് ഒരുപക്ഷെ വ്യക്തമായിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിശോധന, ഈ മൊഴിയെടുപ്പ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തത് അത് ഈ തന്ത്രിയാണ് എന്നുള്ളതാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നും ഈ തട്ടിപ്പിനൊരു മൗനാനുവാദം നൽകി കൂട്ടുനിന്നത് തന്ത്രിയാണ് എന്നടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ SIT നടത്തിയിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ്, കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നടക്കമുള്ള ഒരു ലക്ഷ്യം ഈ പരിശോധനയിലുണ്ട്. അപ്പം ഏറ്റവും നിർണായകമായ ഇതിൻ്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഇന്നലെ ഇതിന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ തന്ത്രിയെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലൊക്കെ മറ്റു പ്രതികളിൽ നിന്ന് ശേഖരിച്ച മൊഴികൾ, വിവരങ്ങൾ, ഇതൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. ഈ മൊഴികളിൽ ഒരു വലിയ വൈരുദ്ധ്യവും വലിയ സംശയവും നിലനിൽക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? അശ്വിൻ പാലാഴി. തീർച്ചയായും നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ഈ കേസിൻ്റെ തുടക്കകാലത്തൊക്കെ നമ്മൾ ചെങ്ങന്നൂരിലുള്ള വീട്ടിലെത്തി തന്ത്രിയുടെ പ്രതികരണം എടുത്തിരുന്നു. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നൊരു വാദം ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടത്തിയെങ്കിലും പിന്നീട് ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സന്നിധാനത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തതാണ്. എന്തായാലും ഈ വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ SITക്ക് വ്യക്തമായി. അതായത് ദേവസ്വം ബോർഡിനെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ച് നടത്തിയ തട്ടിപ്പിൽ രാജീവർക്കും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് SIT പറയുന്നത്. ഒപ്പം
ഈ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയിരുന്നെങ്കിലും പോറ്റി പിന്നീട് ഒരു സ്പോൺസർ എന്ന നിലയിൽ കൂടുതൽ ബന്ധം സ്ഥാപിച്ചത് അല്ലെങ്കിൽ സന്നിധാനത്തടക്കം കൂടുതൽ സ്വാധീനമുണ്ടാക്കിയത് ഈ രാജീവരുമായുള്ള അടുത്ത ബന്ധമാണ് എന്നുള്ളതാണ് SIT പറയുന്നത്. പോറ്റിയും രാജീവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കോടതിയിൽ ഇന്നലെ SIT വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം ഈ വീട്ടിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് SITയുടെ മറ്റൊരു ലക്ഷ്യം. അതായത് സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം SIT ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ എന്തെങ്കിലും കണ്ടെത്താനാകുമോ, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം കൂടുതൽ കണ്ടെത്തി അതിനെന്തെങ്കിലും ആധികാരികമായ കാര്യങ്ങൾ കണ്ടെത്താനാകുമോ എന്നതടക്കമാണ് പരിശോധന. എന്തായാലും അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് പോറ്റിയുമായുള്ള ബന്ധം അത് അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ ചെങ്ങന്നൂരിലുള്ള വീട്ടിലെത്തിയിട്ടുണ്ടോ, അവർ തമ്മിലുള്ള ഇടപാടുകളുടെ എന്തെങ്കിലും ആധികാരികമായ കാര്യങ്ങൾ ലഭ്യമാകുമെന്നടക്കം പരിശോധനയിലുണ്ട്. അതൊരു പക്ഷേ ഈ ബന്ധുക്കളെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ കണ്ടെത്താനാകുമെന്ന് SITയുടെ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഏകദേശം 10 മിനിറ്റ് ഈ പരിശോധന ആരംഭിച്ചിട്ട് 10 മിനിറ്റ് പിന്നിടുകയാണ്. ഇവിടുത്തെ രേഖകൾ പരിശോധിക്കാൻ ഒരു സംഘം, ഒപ്പം മൊഴി രേഖപ്പെടുത്താൻ മറ്റൊരു സംഘം, ഒപ്പം ഈ അമ്മയും സഹോദരിയും അടക്കം അവരുടെ മൊഴി രേഖപ്പെടുത്താൻ വനിതകളടങ്ങുന്ന ഒരു പ്രത്യേക സംഘം തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും പരിശോധന പൂർത്തിയാക്കുമ്പോൾ എത്ര നേരം മുന്നോട്ട് പോകുമെന്നുള്ള വ്യക്തതയില്ല. ഏറെ നേരം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം പരിശോധിക്കാൻ മണിക്കൂറുകൾ എടുത്തേക്കാം. എന്തായാലും രാവിലെ SIT സംഘം ചെങ്ങന്നൂരിലെത്തിയിരുന്നു. അതിൽ ലോക്കൽ പോലീസിൻ്റെ അടക്കം സഹായത്തോടെയാണ് ഏറെ നേരം ഈ പ്രദേശമൊക്കെ നിരീക്ഷിച്ച ശേഷമാണ് SIT സംഘം ഇവിടേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് ഏറെ നേരം നിരീക്ഷിച്ച ശേഷം അവർ മാധ്യമങ്ങൾ മടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തി ശേഷമാണ് SIT സംഘം പോലീസിൻ്റെ അകമ്പടിയോടെ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും വീടിന് പുറത്ത് വലിയ പോലീസിൻ്റെ കാവലുണ്ട്. ആ കാവലിൽ തന്നെയാണ് ഈ പരിശോധന തുടരുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൂടി അവസാനം ഈ SIT സംഘം പുറത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങളുമായാണോ എത്തുന്നത്, അത് തന്ത്രിക്ക് കൂടുതൽ കുരുക്കാകുന്ന കാര്യങ്ങളാണോ കണ്ടെത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്, നിർണായകമാണ്. എന്തായാലും ആ പരിശോധന തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.